പ്രവാസ ലോകത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വർഷം ലോകത്തിലെ ഏറ്റവും കൂടുതൽ പ്രവാസി സമ്പാദ്യം നേടിയ രാജ്യമാണ് ഇന്ത്യ. ലോകത്തിലെ ഈ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്ത് ജോലി ചെയ്യുന്ന രാജ്യത്ത് നിന്നുകൊണ്ട് വോട്ട് ചെയ്യാൻ മാത്രം പ്രവാസികൾക്ക് അവകാശമില്ല. പ്രവാസികൾക്ക് ഇതിനെതിരെ പ്രതിഷേധിക്കുവാനുള്ള ഏറ്റവും വലിയ അവസരമാണ് ഈ വരുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പ്. പ്രവാസികളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്ന പാർട്ടിക്ക് മാത്രമേ വോട്ട് ചെയ്യൂ എന്ന് തീരുമാനിക്കണം എന്ന മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് ഈ ആഴ്ചയിലെ പ്രവാസ ലോകം ഇവിടെ ആരംഭിക്കുകയാണ്. വീണ്ടും ഒരിക്കൽ കൂടി പ്രവാസ ലോകത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയ്ക്കായി നാട്ടിലേക്ക് പോകുന്ന കൊല്ലം സ്വദേശി ആന്റണിക്ക് അസീർ പ്രവാസി സംഘം അബഹ നംസ യൂണിറ്റ് ചികിത്സാ സഹായവും ടിക്കറ്റും നൽകി നാട്ടിലെത്തിച്ചു. നാംസ യൂണിറ്റ് സെക്രട്ടറി പ്രവീഷ് തുക കൈമാറി. ഏരിയ കമ്മിറ്റി അംഗമായ രാഘവൻ, സലീം, ഉണ്ണി, കുമാർ എന്നിവർ യാത്രയയപ്പിൽ പങ്കെടുത്തു. ഭർത്താവ് മരിച്ച മൊയ്തീൻ ബീവി തന്റെ 2 പെൺമക്കളെ കെട്ടിച്ചയക്കുവാനുള്ള തുക കണ്ടെത്തുവാനാണ് ഒരു പരിചയക്കാരൻ നൽകിയ വിസയിൽ സൗദിയിലെത്തുന്നത്. എന്നാൽ ഇവിടെ വന്ന ആദ്യ നാൾ മുതൽ കഠിന ജോലിയും ശാരീരിക പീഡനങ്ങളും നേരിടേണ്ടി വന്നു. ശമ്പളം ചോദിക്കുമ്പോൾ തല തിരിച്ചുപിടിച്ച് ചുമരിലിടിക്കുമായിരുന്നുവെന്ന് മൊയ്തീൻ ബീവി പറഞ്ഞു. തന്റെ കുഞ്ഞുങ്ങളുടെ വിവാഹത്തിനാവശ്യമായ തുക കണ്ടെത്താനായി വന്ന തനിക്ക് അവരുടെ ചെലവിന് പോലും കൊടുക്കുവാൻ കഴിയുന്നില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞ സെപ്റ്റംബറിൽ വീട് വിട്ടിറങ്ങുകയായിരുന്നു. തെരുവിൽ വെച്ച് പോലീസ് പിടിയിലായ മൊയ്തീൻ ബീവിയെ അവർ തർഹീലിലെത്തിച്ചു. തർഹീലിലെത്തിയ മൊയ്തീൻ ബീവി തർഹീൽ ഉദ്യോഗസ്ഥരുടെ സഹായത്താൽ സഫിയ അജിത്തിനോട് തന്നെ സഹായിക്കണമെന്ന് ആവശ്യപ്പെട്ടു. നവയുഗം ജീവകാരുണ്യ പ്രവർത്തകരായ മണിക്കുട്ടൻ പെരുമ്പാവൂർ, മഞ്ജു മണിക്കുട്ടൻ എന്നിവർ തർഹീൽ സന്ദർശിച്ച് എംബസി ഉദ്യോഗസ്ഥൻ ഇംതിയാദിന്റെ സഹായത്താൽ ഈസി കരസ്ഥമാക്കി തർഹീലിലെത്തിച്ചു. കഴിഞ്ഞ ദിവസം സഫിയ അജിത്ത് തർഹീലിലെത്തി മൊയ്തീൻ ബീവിയുടെ ഈസിയിൽ എക്സിറ്റ് നടപടികൾ പൂർത്തീകരിച്ചു. സഫിയയോടൊപ്പം നവയുഗം പ്രസിഡന്റ് ഉണ്ണി പൂച്ചെടിയിൽ, സെക്രട്ടറി KR അജിത്ത് എന്നിവരും സഹായത്തിനുണ്ടായിരുന്നു. റിയാദിലുള്ള കൊല്ലം സ്വദേശി ബിജു വി മാത്യു നൽകിയ ടിക്കറ്റ് സഫിയ അജിത്ത് തർഹീലിലെത്തിച്ചു. തർഹീൽ ഉദ്യോഗസ്ഥരായ സാദിഖ് അബ്ദുള്ള അൽ അബ്ബാസ്, ഈസ അൽ ഫർഹാൻ എന്നിവർ ചേർന്ന് ഇത് മൊയ്തീൻ ബീവിക്ക് കൈമാറി.